അഞ്ചാസ്യം മഴുവാൻമരാഭയകരം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായി സുതിരമായി കാരുണ്യവാരാശിയായി അഞ്ചിക്കും ചിരിസിക്കുമെങ്കിരിജയെ തന്നംഗമേറ്റം തലപ്പുഞ്ച ക്ഷേത്രമഹേശ നൽകുവരം സത്യം ശിവം സുന്ദരം. വ്യാഴാഴ്ച ദിവസം മനുഷ്യൻ്റേതായ പ്രശ്നങ്ങൾ, ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നതായ കർമ്മങ്ങളുടെ ലോകത്വം, ക്ഷേത്ര അന്തരീക്ഷത്തിലുള്ളതായ കർമ്മങ്ങളെ ലോകത്വം ഒക്കെ നശിപ്പിക്കാനായിക്കൊണ്ട്, അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ദുരിതങ്ങൾ മുതലായവ മാറ്റാനായിക്കൊണ്ട് എല്ലാ വ്യാഴാഴ്ച ദിവസവും തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായിരിക്കുന്നതായ മഹാദേവ ക്ഷേത്രത്തിൽ, സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവനും പാർവതീദേവിയും ഒരുമിച്ച് ഒരേ ബിംബത്തിൽ സ്വയംഭൂവായിക്കൊണ്ട് പരിവാരങ്ങളോടുകൂടി ഗണപതിയും ശ്രീമുരുകനും ശാസ്താവും എല്ലാവരും കൂടി കുടുംബസമേതം വാഴുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഒരേ പാത്രത്തിൽ നിന്ന് തന്നെ പാർവതീദേവി പ്രാണാഹുതി സ്വീകരിക്കുന്നതായ ഒരേ ഒരു ക്ഷേത്രം. അപ്പോൾ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം രക്ഷസിന് പൂജ കഴിക്കുക എന്ന് പറയുക. രക്ഷസിന് പൂജ കഴിക്കുക രക്ഷോഗണങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ രക്ഷണ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം തന്നെ. അപ്പോൾ രക്ഷിക്കുന്നതായ എന്തിനേയും നമുക്ക് രക്ഷസ് എന്ന് പറയാം, രക്ഷിക്കുന്നതായ എന്തിനേയും നമുക്ക് യക്ഷി എന്ന് പറയാം. അപ്പോൾ രക്ഷണ എന്നുള്ള ധാതുവിൽ നിന്ന് രക്ഷണ എന്നുള്ള ധാതുവിൽ നിന്നും ക്ഷേത്ര അന്തരീക്ഷത്തിലെയും കുടുംബ അന്തരീക്ഷങ്ങളിലെയും ഒക്കെ സകലവിധ ദുഃഖങ്ങളും ആമയങ്ങളും മാറ്റിക്കൊണ്ട് അനുഗ്രഹിക്കുന്നതായ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം. അപ്പോൾ പിരിയാൻ വയ്യാത്തതായ ഒരു ചൈതന്യം ലോകത്തിന് മുഴുവനും ഒരു പണ്ടപ്പരപ്പും പരാതിയും ഇല്ലാതെ 3 പ്രദക്ഷിണം വെച്ച് തൊഴുത് പുഷ്പാഞ്ജലിയാദികൾ, പിൻവിളക്കാദികൾ, നന്ദികേശ്വരന് നെയ്വിളക്കാദികൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച വിഷയമാണ്. ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത്, ഒരാൾ ധ്യാനത്തിലിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും എന്ത് സംഭവിക്കുന്നില്ല, അവിടെ ഒരാളെ വന്ന് ഉണർത്താനോ അല്ലെങ്കിൽ അയാളെ ശല്യം ചെയ്യാനോ പാടില്ല. അപ്പോൾ ഒന്നിൽ തന്നെ നിന്നിരിക്കുന്ന ബ്രഹ്മത്തിൽ ചരിക്കുന്നതായ അവസ്ഥയിൽ ഉണർത്താൻ പറ്റില്ലാത്തതുകൊണ്ട് എന്തു ചെയ്യും? നന്ദികേശ്വരൻ്റെ ചെവിയിൽ നമുക്ക് നാമം ജപിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിലെ കാര്യങ്ങൾ അവിടെ ഉണർത്തിക്കും. ആ മനസ്സിലെ കാര്യങ്ങളെ ഉണർത്തിക്കുന്നതിന് ശേഷം പൂജയ്ക്ക് നട തുറന്നു കഴിയുമ്പോൾ നന്ദികേശ്വരൻ അവിടെ നമ്മളെപ്പോലെ പറയുകയല്ല ചെയ്യുന്നത്. അത് ബോധമണ്ഡലമായിക്കൊണ്ട് നന്ദികേശ്വരൻ മഹാദേവൻ്റെ സഹസ്രാരപത്മത്തിലേക്ക് സന്ദേശം അയക്കും. ആ മഹാദേവൻ അത് സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹ കല വർദ്ധിപ്പിക്കുന്നതായ, ഒന്നിനുമല്ലാതെ കുറച്ച് പൂവോ കുറച്ച് ഇലയോ എന്തെങ്കിലും ആയിക്കൊണ്ട് സമർപ്പിക്കുന്നവരെ മുഴുവൻ രക്ഷിക്കുന്നതായ ചരിത്രം. അവിടുത്തെ ശാന്തികാരനായ എൻ്റെ ചരിത്രവും എടുത്തു നോക്കിയാൽ അറിയാം. അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും. അപ്പോൾ അനുഗ്രഹ കല ഏത് രീതിയിലാണ് നമുക്കറിയില്ല. അപ്പോൾ അനുഗ്രഹ കല ഒരു ക്ഷേത്രത്തിൻ്റെ വലുപ്പമോ അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കഴിവോ അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റിക്കാരുടെയോ ഒന്നും ഒരു പ്രവർത്തനമല്ല എന്നർത്ഥം. അവിടുത്തെ ചൈതന്യത്തിൻ്റെ പ്രത്യേകതയാണ്. 3000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതായ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം, ശില കൊണ്ട് നിർമ്മിച്ചതായ ക്ഷേത്രം. ഇപ്പോൾ വാർക്ക മുകളിൽ വാർക്കപ്പെട്ടു എന്നർത്ഥം. പഴയ കാലത്ത് ശില തന്നെയായിരിക്കുന്നു. അപ്പോൾ മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിൽ ഉദിക്കുന്നു. അപ്പോൾ കരളിൽ ഉദിക്കാൻ സാധിക്കട്ടെ. കരളിൽ മാത്രം ഉദിച്ചാൽ പോരാ, കരളിൻ്റെ ഉള്ളിലായിട്ട് ബോധമണ്ഡല സ്വരൂപമായ ബോധത്തിലും ഭഗവാൻ ഉദിക്കാൻ സാധിക്കണം. അപ്പോൾ എന്തായിത്തീരും? അപ്പോൾ ഭഗവാനും താനും ഉപാസകനും ഭക്തജനങ്ങളും ഓരോ ജീവിയും എന്തായിത്തീരും? ഈശ്വരനായിത്തീരും. അതാണ് ബഷീർ സാറിൻ്റെ കൃതികളിൽ പറയുന്നത്. ഭൂമിയുടെ അവകാശികൾ നമ്മളല്ല എന്നർത്ഥം. നമ്മളെക്കാളും തലമുറകൾ പുറ്റായിട്ടും അല്ലെങ്കിൽ ചെറിയ ചെടികളായിട്ടും തന്നെ വസിച്ചിരുന്നതായ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ശേഷമാണ് നമ്മളുണ്ടായതെന്നർത്ഥം, മനുഷ്യൻ്റെ സൃഷ്ടി. അപ്പോൾ നമ്മളെക്കാളും മുൻ തലമുറകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായ തലമുറകൾ, ആ തലമുറകൾക്ക് ഒക്കെ ഊഷരമായി കിടക്കുന്ന ആ ഭൂമിയെ കുളിരണിയിച്ചുകൊണ്ട് മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഒരു അംശം, ജലത്തിൻ്റെ അംശം, ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്ചൽ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗൽ, സർവം വിഷ്ണുമയം ജഗത്തായിരിക്കുന്നതായ
ഒരു ഭൂമി 14 ലോകങ്ങളിൽ അത്യധിഷ്ഠ ദശാങ്കുലം 4 ദശാങ്കുലം കൂടി മുകളിലേക്ക് നിൽക്കുന്നതായ ഒരു ചൈതന്യത്തിൽ നിന്ന് കാരണജലം ഒഴുകി ആ കാരണജലം അതിശക്തമായ ഒഴുക്ക് കാരണം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് മനസ്സിലായ മഹാദേവൻ ആ തിരിച്ചടയിൽ ധരിച്ച് അത് ഗംഗയായിക്കൊണ്ട് വടക്കോട്ട് ഒഴുകുമ്പോൾ മഹാദേവനെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കാരുണ്യത്തിൻ്റെയും ഉറവിടമാണ് തലപ്പുഞ്ച മഹാദേവൻ. അദ്ദേഹം പാലാഴി മദന സമയത്ത് എല്ലാം പൊങ്ങി വന്നു എന്നർത്ഥം. എല്ലാം മഹാദേവൻ്റെ മുമ്പിലാണ് പൊങ്ങി വന്നത്. എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നൽകിയതിന് ശേഷവും അവിടെ ലോകത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് വ്യാപി ഹാലാഹലം വിഷം പൊങ്ങി വന്നു. ആ വിഷം ലോകം മുഴുവൻ നശിപ്പിക്കുന്നതുകൊണ്ട് ഒരു ദൈവവും അവിടെ സഹായിക്കാനുണ്ടായിരുന്നില്ല. തഥ കരതലീകൃത്വ കൈക്കുമ്പിളിലെടുത്തുകൊണ്ട് വിഷം പാനം ചെയ്ത് അത് തച്ച സാധോർ വിഭൂഷണം. പരാജയങ്ങളായാലും വിജയമായാലും എന്തായാലും ന്യൂട്രലായിട്ട് പോവുകയാണെങ്കിൽ അത് സാധുക്കളുടെ, ലോകത്തെ സ്നേഹിക്കുന്നവരുടെ, നാമം ജപിക്കുന്നവരുടെ ഒക്കെ എന്തായിത്തീരും? ഒക്കെ അലങ്കാരമായിത്തീരും. അല്ലാതെ പാർവതീദേവി കഴുത്തി പിടിച്ചിട്ടൊന്നുമില്ല. അത് അവരുടെ കുടുംബത്തിൻ്റെ സ്വഭാവമാണ്. ഭാര്യ ഭർത്താവിൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു എന്നൊക്കെ ഒരു പുരാണത്തിലും പറയുന്നില്ല. അത് നീലകണ്ഠൻ, അന്ന് മുതൽ തലപ്പുഞ്ച മഹാദേവൻ്റെ പേര് നീലകണ്ഠൻ എന്നായിത്തീർന്നു. അത് സാധോർ വിഭൂഷണം. അപ്പോൾ പരാജയമായാലും വിജയമായാലും എന്തായാലും എന്തായിത്തീരുന്നു? അവിടെ നന്മ ചെയ്യുന്നവർക്ക് ഭൂഷണമായിത്തീരുന്നു എന്നർത്ഥം. അപ്പോൾ നീലകണ്ഠനായി വച്ചിരിക്കുന്നതായ മഹാദേവന് നീലകണ്ഠൻ എന്ന പേര് വരികയും അവിടെ ഇപ്പോഴും ഒരാഭരണം പോലെ അവനെ തിളങ്ങുന്നതായ നീലകണ്ഠത്തോടുകൂടി വസിക്കുന്നതായ ലോകത്തിലെ മുഴുവൻ മഹാദേവ ക്ഷേത്രങ്ങൾ. അപ്പോൾ ആദ്യം പാലാഴിയിൽ പൊങ്ങി വന്നപ്പോൾ എല്ലാം അവകാശം മഹാദേവൻ്റെ മുമ്പിൽ പൊങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് എല്ലാം സ്വീകരിക്കാൻ